അതിൽപ്പെട്ട മറ്റൊരു വൻദോഷമാണ് പലിശ തിന്നൽ. പലിശ തിന്നലും പലിശ കൊടുക്കലും പലിശ വാങ്ങലും പലിശക്ക് സാക്ഷി നിൽക്കലും അതിനു വേണ്ടി റിക്കാരിക്കൽ ഇത് രേഖപ്പെടുത്തി വെക്കലും അവരെ എല്ലാം മുച്ചൂടം അല്ലാഹു തആല അതാ ശപിച്ചിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വഅക്ലു മാലിൽ യതീം, യതീമിന്റെ സമ്പത്ത് പൊതിക്കുക, വത്തവല്ലി യൗമദ്ദഹ്ഫി, അതുപോലെ യുദ്ധക്കളത്തിൽ ഇറങ്ങിയ മനുഷ്യൻ പിന്തിരിഞ്ഞോടുക, വഖദ്ഫുൽ മുഹ്സിനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്, പാവപ്പെട്ട സത്യവിശ്വാസികളായ ചാരിത്രശുദ്ധിയുള്ള ഇത്തരം പ്രശ്നങ്ങളിലൊന്നും ഇടപെടാത്ത പാവപ്പെട്ട വനിതകളെ വ്യഭിചാരോപണം നടത്തുക എന്നത് തന്നെ വലിയ ദോഷങ്ങളിൽ പെട്ടതാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വളരെ ഗൗരവത്തോടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹുവിന് ഭക്തി നിർഭരമായ ജീവിതം നമ്മൾ നയിക്കണം. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യാൻ പാടില്ലാത്ത പാപങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയത്. തഖ്വല്ലാഹി മദാറു കുല്ലി സആദതി വത്ബാഉ നഫ്സിൻ റഅസു കുല്ലി ഹബായിലാ فشريعة نخذ بدين الخالق وقيامه بالأمر والنهي جلا وطريقة نخذ بأحوتك الورى وعزيمة كرياضة متبتلا. ഈ രഹസ്യത്തിലായാലും പരസ്യത്തിലായാലും ആളു കണ്ടാലും ഇല്ലെങ്കിലും രാത്രിയാണെങ്കിലും അല്ലെങ്കിലും ജനമധ്യത്തിലാണെങ്കിലും അല്ലെങ്കിലും നീ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണേ മനുഷ്യ. അല്ലാഹുവിന്റെ ശരീഅത്തിന്റെ നിയമങ്ങൾ മുറുകെ പിടിച്ച് നീ ജീവിക്കണമെന്ന് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാര് നമ്മെ ഉപദേശിക്കുകയാണ്. എന്താ ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഫശരീഅത്തുൻ അഖദും ബിദീനിൽ ഖാലിഖി വഖിയാമുഹു ബിൽ അംരി വന്നഹി ജലാ. അല്ലാഹു തആല നമ്മോട് അതാ കൽപ്പിക്കാൻ, അല്ലാഹു തആല നമ്മോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിത്യമായി നമ്മൾ നിർവഹിക്കുകയും വിരോധിക്കാൻ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ വർദ്ധിച്ച് ജീവിക്കുകയും ചെയ്യുക എന്നതാണ് ശരീഅത്ത് എന്ന് പറയുന്നത്. ആ ശരീഅത്തിന്റെ നിയമപ്രകാരം പറഞ്ഞാൽ പലിശയുമായി നിനക്ക് ബന്ധപ്പെടാൻ ഒരു അവകാശവും തരുന്നില്ല. ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ള മനുഷ്യൻ, അദ്ദേഹത്തിന് എല്ലാവിധേനയും സാമ്പത്തികമായ വരുമാനമുണ്ട്. അദ്ദേഹം നമ്മുടെ സമ്പാദ്യത്തിന് നമ്മളെ ബിസിനസ്സിലേക്ക് പങ്കാളിയായി ക്ഷണിച്ചാൽ അദ്ദേഹത്തിന് നമുക്ക് പങ്കാളിയാകാൻ പറ്റുമോ? ഷെയർ സ്വീകരിക്കാൻ പറ്റുമോ? അദ്ദേഹം ഭക്ഷണം വീട്ടിലേക്ക് കൊണ്ടുവന്നാൽ അത് വാങ്ങാൻ പറ്റുമോ? കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നു, വേറെയും കുറെ സമ്പാദ്യമുള്ള ആളാണെങ്കിൽ ഈ കൊണ്ടുവന്ന അരിയും ഭക്ഷണവും ഇത് പലിശയുടേതാണ് എന്ന് വ്യക്തമായി പറയാൻ നമുക്ക് തെളിവില്ലാത്തത് കൊണ്ട് അത് ഭക്ഷിക്കുന്നത് കൊണ്ട് വിരോധമില്ല, എങ്കിലും ഉപേക്ഷിക്കൽ തന്നെയാണ് നല്ലത്. വേറെ കുറെ ബിസിനസ്സിലൂടെ അദ്ദേഹത്തിന് സമ്പാദ്യമുണ്ട്. അടക്കയുണ്ട്, തേങ്ങയുണ്ട്, റബ്ബറുണ്ട്, അതുപോലെ ബിൽഡിങ്ങുകളിലൂടെ അദ്ദേഹത്തിന് കിട്ടുന്ന വരുമാനമുണ്ട്. അതിന് പുറമെ ബാങ്കിലൂടെ കിട്ടുന്ന വരുമാനവും ഉണ്ട്. ഇത് വിചാരിച്ചോ? പക്ഷേ ഏതാണ് സമ്പാദ്യം, ഏതാണ് പലിശ, ഏതാണ് ഹലാലായ വകുപ്പ് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കാത്തത് കൊണ്ട്, അയാളുമായി ഇടപാട് നടത്തുന്നത് കൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറയുന്നു തെറ്റാണ് എന്ന് പറയാൻ, വ്യക്തമായി പറയാൻ വകുപ്പില്ല. അതുകൊണ്ട് അദ്ദേഹവുമായി നിനക്ക് ബന്ധം പുലർത്താം, അദ്ദേഹം വാങ്ങിത്തന്ന് നിനക്ക് തിന്നാം.
അതേസമയം പലിശയിൽ മാത്രം മുഴുകി ജീവിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് വേറെ സമ്പാദ്യങ്ങളൊന്നുമില്ല എങ്കിൽ നീ അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, നീ അവിടുന്ന് വെള്ളം കുടിക്കാൻ പാടില്ല, അവരുമായി വിവാഹബന്ധം നടത്താൻ പാടില്ല, പിന്നെയോ അവന്റെ കൂടെ നീ സഞ്ചരിക്കാൻ പാടില്ല, അവന്റെ വീട്ടിൽ പോയി താമസിക്കാൻ പാടില്ല. അതൊക്കെ വിഷയമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾക്കറിയുമോ തരീഖത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ തരീഖത്ത് എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ നിയമങ്ങളിൽ സൂക്ഷ്മത പുലർത്തി ജീവിക്കൽ തന്നെ. ശരീഅത്തിൽ പക്ഷേ നിനക്ക് എക്സ്ക്യൂസ് ലഭിക്കുമെങ്കിലും തരീഖത്തിന്റെ ഭാഷയിൽ അതിനോട് അടുക്കാനേ പാടില്ല. ഏതുപോലെ നിങ്ങൾക്കറിയുമോ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഒരു സംഭവം കാണാം. നാട്ടിൽ ഒരു ആട് കളവ് പോയി എന്ന് പറയപ്പെട്ടപ്പോൾ ആ കളവ് പോയ ആടിനെ അറുത്ത് തന്റെ വീട്ടിലേക്ക് ഭക്ഷണം കൊണ്ടുവന്നാലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരാട് പരമാവധി 6 വർഷക്കാലമല്ലേ താമസിക്കുകയുള്ളൂ, ജീവിക്കുകയുള്ളൂ, അതുകൊണ്ട് എനിക്ക് 6 വർഷക്കാലം ഇനി ആട്ടിറച്ചി വേണ്ട എന്ന് ശപഥം ചെയ്ത മഹാനാണ് മദ്ഹബിന്റെ ഇമാം കേട്ടോ. അത് സൂക്ഷ്മതയാണ്, അത് സ്വരീകത്താണ്. ഇതാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ ഔലിയാക്കളുടെ ചിന്ത. ഇതായിരുന്നു അവരുടെ ജീവിതം. അവരുടെ ജീവിതം നയിച്ചപ്പോൾ അല്ലാഹു തആല അവരുടെ പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കൊടുത്തു, അവരുടെ നിസ്കാരത്തിന് അംഗീകാരം കൊടുത്തു. അവർ ചെയ്യുന്ന അതേ നിസ്കാരം തന്നെയാണ് നമ്മൾ നിർവഹിക്കുന്നത്. അവര് അനുഷ്ഠിച്ച നോമ്പ് തന്നെയല്ലേ നമ്മളും അനുഷ്ഠിക്കുന്നത്. അവര് ചെയ്ത ഹജ്ജ് തന്നെയല്ലേ നമ്മളും ചെയ്യുന്നത്. പക്ഷേ അവരുടെ ആത്മീയത നമുക്ക് ലഭിക്കുന്നില്ലല്ലോ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവരുടെ ഇഖ്ലാസ് നമുക്ക് ലഭിക്കുന്നില്ലല്ലോ. എന്തുകൊണ്ട്? നമ്മൾ തിന്നുന്നത് ഹറാമായി പോയി, നമ്മൾ കാണുന്നത് ഹറാമായി പോയി, നമ്മൾ ഉപയോഗിക്കുന്നത് ഹറാമായി പോയി. മനുഷ്യന്റെ ജീവിതത്തിൽ ഹറാമു കലരാത്ത, ഹറാമുമായി ബന്ധപ്പെടാത്ത ഒരു മേഖലയും ഇല്ലാതെ വന്നപ്പോ നമ്മുടെ നിസ്കാരത്തിന് ഇഖ്ലാസില്ല, നമ്മുടെ കർമ്മങ്ങളിൽ ആത്മാർത്ഥതയില്ല. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്, പരമാവധി നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ബിസിനസ്സുകളെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബ ജീവിതത്തെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ എല്ലാ മേഖലയും അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലാകണമെന്ന് എപ്പോഴും നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ കുടുംബങ്ങളുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. പാരത്രികമായ ലോകത്തേക്ക് കടന്നു ചെല്ലേണ്ടവനാണ് ഞാനത്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ മനസ്സിൽ എപ്പോഴും ബോധം വേണം, ഇത് നശ്വരമായ ദുനിയാവാണ്. ഇവിടെ കുറെ സമ്പത്തുണ്ടായിട്ട് എന്തു കാര്യം? ഇതൊന്നും ഞാൻ കൊണ്ടുപോകുന്നില്ലല്ലോ. എന്റെ ശേഷം ഇതിനു വേണ്ടി എന്റെ കുടുംബങ്ങളും എന്റെ മക്കളും ഇവിടെ അടിപിടി കൂടുകയാണ്, അനൈക്യമുണ്ടാക്കുകയാണ്. അതിന്റെ പേരിൽ അവർ ചിത്രതയിൽ അകപ്പെട്ടു പോവുകയാണ്. അതുകൊണ്ട് ഞാൻ എന്തിന് ഇത്ര അധ്വാനിക്കുന്നുവെന്ന് നമ്മൾ ചിന്തിക്കണം. സഹാബത്തിനെ വിളിച്ചുകൊണ്ട് അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കടലിന്റെ അരികിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സമയത്ത് ഒരു ചത്ത ആടിനെ റസൂലുള്ളാഹി കണ്ടു. ആ ആടിന്റെ ചെവി വളരെ ചെറിയതാണ്, ആടിന്റെ ചെവി വളരെ ചെറിയതാണ്. ആ ചത്ത ആടിനെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സഹാബത്തേ, ഒരു ദിർഹം നിങ്ങൾ ആരെങ്കിലും തന്നാൽ ഈ ആട് നിങ്ങൾക്ക് നൽകാമല്ലോ. അവര് പറഞ്ഞു, നബിയേ, ചത്ത ആടെന്തിനാണ് നബിയേ? പണ്ടേ ആ ആടിന്റെ ചെവിക്ക് വലിപ്പം കുറവാണ്, അങ്ങനെ ഒരു അയ്ബ് അതിനുണ്ട്. അത് ജീവനുള്ളതായാൽ തന്നെ ഞങ്ങൾക്ക് വാങ്ങുന്ന അടുത്ത് മനപ്രയാസമാണ്. കാരണം കണ്ടാൽ എത്ര ഭംഗി ആ ആടിനുള്ളൂ. ആട് ചത്തു, ആ ആട് ആത്മാവും കൂടെ നഷ്ടപ്പെട്ട് ചത്തുപോയാൽ പിന്നെ ഈ ആട് എന്തിനാ പൈസ കൊടുത്ത് ഞങ്ങൾ വാങ്ങുന്ന നബിയേ?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ ഈ ചത്താടിന്റെ സമാനമാണ് ഈ ദുനിയാവ് മുഴുക്കയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, നമ്മുടെ ശരീരത്തെ നമ്മൾ വല്ലാതെ നിയന്ത്രിക്കണം. നിങ്ങൾ കണ്ടില്ലേ, റാബിയത്തുൽ അദ്വി റളിയല്ലാഹു അൻഹാ, നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ, അതുപോലെ അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, അവരൊക്കെ എത്ര നല്ല സുന്ദരികളായ വനിതകളാണ്. യജമാനനായ റബ്ബിന്റെ ദീന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചപ്പോൾ അവരോദിയ ഖുർആനിന്റെ ഖത്മിന് കണക്കുണ്ടോ? നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയെ അതാ മിസ്രിയിൽ പഠിക്കുന്ന സമയത്ത് സിയാറത്ത് ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന്റെ അവിടെ ഒരു ചരിത്രം എഴുതി വെച്ചിരിക്കുകയാണ്. ജീവിതകാലത്തിൽ തന്നെ ഖബറുണ്ടാക്കിയിട്ട് നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഖബറിലേക്ക് കിടന്നിട്ട് മഹദിയവറുകളുണ്ടല്ലോ, അതിൽ കിടന്ന് അതാ വിശുദ്ധമായ ഖുർആൻ ഖത്ബ് തീർക്കുകയാണ്. ഇങ്ങനെ എത്ര ദിവസങ്ങളാണ്, ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 10-30 വർഷക്കാലം ഖബറിൽ കിടന്ന് ഖുർആൻ ഓതുക തന്നെ. എനിക്ക് മരിക്കേണ്ട, ഞാൻ ചെന്ന് എത്തേണ്ട, എനിക്ക് വസിക്കേണ്ട എന്റെ ഖബറിടമാണല്ലോ എന്ന് ചിന്തിച്ച നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ തനിക്ക് നിർമ്മിച്ച ആ ഖബറിൽ ഇറങ്ങിയിട്ട്, ഞാൻ ഈ ഓതുന്ന ഖുർആനിന്റെ പവിത്രത കൊണ്ട് എനിക്ക് ഖബറിൽ പ്രകാശം ലഭിക്കട്ടെ എന്ന് ചിന്തിച്ച നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹാ അവിടുത്തെ സൂക്ഷ്മത കൊണ്ട് ശാഫിഈ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യാൻ വേണ്ടി അവിടുത്തെ ശിഷ്യന്മാരെ പറഞ്ഞേക്കാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം, അവസാന ഘട്ടത്തിൽ, ലോകം മൂർച്ഛിച്ച അവസാന ഘട്ടത്തിലെത്തിയപ്പോ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞേക്കുകയാണ്. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹുവിനോട് സങ്കടം പറയുകയാണ്. ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു വല്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇനി ആ ശാഫിഈ ഇമാം നിങ്ങളോട് ദ്വാരക്കാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശാഫിഈ ഇമാമിന്റെ ശിഷ്യൻ വന്നിട്ട് നഫീസത്തുൽ മിസ്രിയോട് പറയുമ്പോൾ അവിടുന്ന് പറഞ്ഞ വാക്കെന്താണ്? ഇനി ആ രോഗം സുഖപ്പെടുകയില്ലെന്ന് പറഞ്ഞേക്കൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ വഴിയിൽ തന്നെ കിടന്ന് ശാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറഞ്ഞു പോയെങ്കിൽ ആ ശാഫിഈ ഇമാമിന് വേണ്ടി ദുആ ചെയ്തിരുന്ന നഫീസത്തുൽ മിസ്രിയുടെ വിശുദ്ധി എത്രയാണ്? റാബിയത്തുൽ അദ്വി റളിയല്ലാഹു അൻഹയുടെ വിശുദ്ധി